പ്രൈസ് ദി ലോർഡ്. പല സ്നേഹബന്ധങ്ങളും രക്തബന്ധങ്ങളും വ്യക്തിബന്ധങ്ങളുമൊക്കെ കാലങ്ങൾ പോകെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പലപ്പോഴും പലരും മറന്നു പോകാറുണ്ട്. സങ്കീർത്തനം 105:42 യഹോവയായ ദൈവം തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. ഈജിപ്തിൽ ഫറവോന്റെ അടിമയായിരുന്ന ഇസ്രായേൽ മക്കൾ 430 വർഷത്തിനു ശേഷം മോശ മുഖാന്തരം യഹോവയായ ദൈവം ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുവാനിടയായി. പുറത്തു വന്ന ഇസ്രായേൽ മക്കൾ ചെങ്കടലിലെയും മറ്റുള്ള പ്രതികൂല സാഹചര്യങ്ങളെയും കണ്ട് ഭയപ്പെടുവാനിടയായി തുടങ്ങി. അബ്രഹാമിൻ്റെ സന്തതികൾ വഴിമധ്യേ ഭയപ്പെടുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനെ ഓർത്തു. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം വായിക്കുമ്പോൾ മമ്രയുടെ തോപ്പിൽ തങ്ങൾ ആരെന്ന് തിരിച്ചറിയാതെ ഒരു വൃക്ഷത്തണലിൽ ഇരുത്തി കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ അപ്പവും ഇറച്ചിയും കൊടുത്ത് അവരെ പോഷിപ്പിച്ച അബ്രഹാമിൻ്റെ തലമുറകൾ ചൂടേറിയ മരുഭൂമിയിലൂടെ കടന്നു വരുമ്പോൾ അബ്രഹാമിനെ ഓർത്തു. യഹോവയായ ദൈവം 40 വർഷം മേഘത്തണലായി കൂടെ നടക്കുവാനിടയായി. മാത്രമല്ല, അവർ കുടിക്കുവാൻ മധുരമുള്ള വെള്ളവും അവർക്ക് കഴിക്കുവാൻ മന്നയും കാടപ്പക്ഷികളും ദൈവം കൊടുക്കുവാനിടയായി. രാത്രിയിൽ അഗ്നിസ്തംഭമായി വെളിച്ചം പകർന്ന് കൂടെ നടന്ന യഹോവയായ ദൈവം അവരെ കാനാൻ നാട്ടിൽ കൊണ്ടെത്തിപ്പാനിടയായി. ഞാൻ നിന്നെ തലമുറയായി അനുഗ്രഹിക്കുമെന്നുള്ള അബ്രഹാമിനോടുള്ള ദൈവിക വാഗ്ദത്തം ഇന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ബന്ധങ്ങളൊക്കെ നമ്മെ വിട്ട് മാറിപ്പോകും, മറന്നുപോകും. എന്നാൽ മറക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിന് നിന്റെ ഹൃദയത്തിൽ കൊടുക്കാൻ തയ്യാറായാൽ നിന്നെ മാത്രമല്ല നിന്റെ തലമുറയെയും ആ ദൈവം വഴി നടത്തുവാനിടയായിത്തീരും. യെശയ്യാവിൻ്റെ പുസ്തകം 49:15 വാക്യം വായിക്കുമ്പോൾ, ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നമ്മെ മറക്കാത്തൊരു കർത്താവ്, ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ആ ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.